അപ്പോൾ വിശദമായ കാലാവസ്ഥാ വിശേഷങ്ങളും വിവരങ്ങളുമായിട്ട് അശ്വതി വിശ്വനാഥൻ ഇവിടെ റെഡിയാണ്. അശ്വതി, എങ്ങനെയാണ് കാലാവസ്ഥ ഇന്ന്? ഗുഡ് മോർണിംഗ് സേതു. ന്യൂസ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എ വെരി ഗുഡ് മോർണിംഗ്. ചൂടാണ്, വേനൽ മഴയുണ്ട്, മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കാണ്. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് മാപ്പ് വഴി പരിചയപ്പെടാം. ഇന്നലെ തെക്കൻ ജില്ലകളിലായിരുന്നു വേനൽ മഴ പ്രവചിച്ചിരുന്നത്. എന്നാൽ ഈ പ്രതീക്ഷിച്ച മഴ ജില്ലകളിലൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് കേരളത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിലാണ് വേനൽ മഴ പ്രവചിച്ചിരിക്കുന്നത്. അതായത് മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിൽ നിന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് യെല്ലോ അലർട്ടാണ്. ഈ രണ്ട് ജില്ലകളിലും ഇന്ന് ഇടിയോട് കൂടിയിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. മറ്റു ജില്ലകളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് മുന്നറിയിപ്പുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ചൂടുള്ള പാലക്കാട് പോലും നേരിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഇനി മറ്റു ജില്ലകളിലെ താപനില എങ്ങനെയാണെന്നും കൂടി നമുക്ക് പരിചയപ്പെടണം. ഇന്ന് കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. 38 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണെന്ന് കോട്ടയം ജില്ലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ കാലാവസ്ഥ വകുപ്പിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു മുന്നറിയിപ്പും കൂടിയുണ്ട്. അതായത് ഇന്ന് കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ഏകദേശം 35 കിലോമീറ്റർ മുതൽ 45 കിലോമീറ്റർ വരെ കാറ്റ് വീശാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഇത് 55 കിലോമീറ്റർ വരെ പോകാം എന്നുള്ളൊരു സാധ്യതയും കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് എല്ലാവരും ജാഗ്രത പാലിക്കണം. വേനൽ മഴയുടെ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം സൂര്യാതാപത്തിനോ അല്ലെങ്കിൽ ചൂടിനോ യാതൊരു കുറവുമില്ല. ജില്ലകളിലെ ചൂടിൻ്റെ തീവ്രത നമ്മൾ പരിചയപ്പെട്ടതാണ്. അതുകൊണ്ട് ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം എന്നീ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. നന്നായി വെള്ളം കുടിക്കുക. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക. പിന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം. അവരെല്ലാം നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നുള്ളത് രക്ഷിതാക്കളും അധ്യാപകരും ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ അശ്വതി, അപ്പോൾ കാലാവസ്ഥാ വിശേഷങ്ങൾ വളരെ കൃത്യമായി വ്യക്തമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അശ്വതിയാണ്. അപ്പോൾ നമുക്കൊരു മഴയ്ക്കുള്ള ഒരു സാധ്യതയൊന്നും ഇല്ല. വെയിൽ തന്നെയായിരിക്കും, ചൂട് തന്നെയായിരിക്കും. അപ്പോൾ ഈ അവസാന ഒടുവിൽ പറഞ്ഞതുപോലെ തന്നെ ഈ വെള്ളമൊക്കെ കുടിക്കുക, നിർജ്ജലീകരണമൊക്കെ ഒഴിവാക്കുക, സൂര്യതാപം ഏൽക്കാതെയുള്ള കാര്യങ്ങളോട്ടൊക്കെ മുന്നോട്ട് പോവുക. ഡയറക്റ്റ് വെയിലടിക്കാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും കുറച്ച് ദിവസത്തേക്കൊക്കെ അതൊന്ന് ഒഴിവാക്കുക. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുറംപണികൾക്കൊക്കെ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ചൂട് നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്.